കുറേ നാള് കൂടിയിട്ട് ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാൻ ഇതാ നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അധികം വലുതല്ല, ഒരിടത്തരം അയിലേന്റെ അത്രേ വലിപ്പമില്ലൂ. ആകെ 2 മാത്രമേ ഇല്ലൂ കേട്ടാ. അതുകൊണ്ട് കറി വെക്കും പൊരിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാല് വൈകുന്നേരത്തേക്ക് കറി തല കറി വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ചെറുതാണെങ്കിലും അതിന്റെ തല ഞാൻ കളഞ്ഞിട്ട. ഇവിടെ അധിക്കായാലും ലോകുനായാലും എനക്കായാലും ചുരന്റെ തല ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനിതാ എല്ലാം ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മീൻകറിക്ക് ചെറിയ ഉള്ളിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടാ. പിന്നെ മസാലയായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അമ്മ മുന്നേ നമുക്ക് ഉണ്ടാക്കി തരുന്ന അതേ രീതിയിലാണ് കേട്ടാ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. അതിന് ഉള്ളിയും തക്കാളിയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഇതാ ഇതുപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതാ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ട് തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻകറിക്കിലെ അരപ്പൊന്ന് തയ്യാറാക്കാം. തേങ്ങയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയും കൂടി അരച്ചെടുത്തതാണ്. എല്ലാം വെന്ത് ഇതുപോലെ സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഇതാ മീനിന്റെ കഷ്ണങ്ങളെല്ലാം വറക്കി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പം നമ്മളെ അരപ്പില്ലേ അരച്ചത് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാല് നമ്മളെ മീൻകറി റെഡി ഇട്ടാ. ഇത്രയും ആയപ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിനാ, ഈ മീൻകറിയിൽ ഇതുവരെ ഒരു തുള്ളി പോലും എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാ കേട്ടാ. ഓയിൽ ഫിഷ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വസന്തമ്മയും ഞാനും ലോകുട്ടനും അതിക്കുട്ടനും എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ ചോറ് കഴിച്ചു. ലേഖമ്മേനെ കാണാത്തരം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. അമ്മക്കിന്ന് പണിയുണ്ടായിനി. അമ്മ പണിക്ക് പോയി.